സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് സംവിധായകൻ വിനയൻ കത്തയച്ചു. വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട്. നിതിൻ, എങ്ങനെ നൽകാനാകും ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ? കാളിദാസ്, ഈ മലയാള സിനിമയിലെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വലിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സംവിധായകൻ വിനയൻ്റെ ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് എത്തിയിരിക്കുന്നത്. മലയാള സിനിമയിൽ സംവിധായകനായും തിരക്കഥാകൃത്തായും നിർമ്മാതാവായും പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത് തുടങ്ങുന്നത്. മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും തൊഴിൽ നിഷേധം ഉൾപ്പെടെയുള്ള മറ്റു വിഷയങ്ങളെക്കുറിച്ചും പഠിക്കാനായി ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ നിയമിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് കേരളത്തിൽ വലിയ ചർച്ചയായിരിക്കുന്ന ഈ അവസരത്തിൽ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില ഗൗരവമായ വിഷയങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത് തുടങ്ങുന്നത്. റിപ്പോർട്ട് വന്നതിന് ശേഷം അത് പ്രസിദ്ധീകരിക്കാൻ വലിയ കാലതാമസം ഉണ്ടായെങ്കിലും ഇന്ത്യയിൽ ആദ്യമായി ഇങ്ങനെ സിനിമയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ച അങ്ങയുടെ സർക്കാരിൻ്റെ തീരുമാനത്തെ അഭിനന്ദിക്കുകയാണ്. ഈ റിപ്പോർട്ടിൻ്റെ 137 മുതൽ 141 വരെയുള്ള പേജുകളിൽ സിനിമയിലെ തൊഴിൽ നിഷേധത്തിനും വിലക്കിനുമെതിരെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ച വിധിയെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. 2014 മലയാള സിനിമയിൽ തൊഴിൽ നിഷേധത്തിനും രഹസ്യ വിലക്കിനുമെതിരെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ പരാതിയുമായി പോയ വ്യക്തിയാണ് ഞാൻ. അതോടൊപ്പം തന്നെ ഈ പരാതിയുടെ പകർപ്പും ഇതോടൊപ്പം വിനയൻ നൽകിയിട്ടുണ്ട്. സുപ്രീം കോടതി ഈ അപ്പീൽ തള്ളുകയാണ് ചെയ്തത്. അന്യായമായ പ്രതികാര ബുദ്ധിയോടെ തൊഴിൽ നിഷേധം നടത്തിയതിൻ്റെ കുറ്റത്തിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ശിക്ഷിക്കുകയും സുപ്രീം കോടതിയെ ശരിവെക്കുകയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമായി പറയുകയും ചെയ്തിരിക്കുന്ന ഫെഫ്ക സെക്രട്ടറി ഉണ്ണികൃഷ്ണനെ കേരള സർക്കാരിൻ്റെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് ഈ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഈ കമ്മിറ്റിയിൽ എം മുകേഷ് MLA ഉണ്ട്, പത്മപ്രിയയുണ്ട്, മഞ്ജു വാര്യരുണ്ട്. ഇവരെല്ലാം തന്നെ ഈ കമ്മിറ്റിയിലുണ്ട്. ഈ കമ്മിറ്റിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കാൻ തത്വത്തിൽ ധാരണയായതായാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. CPM തന്നെ ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുകേഷിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് മുകേഷിനെ ഈ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഫെഫ്കയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഫെഫ്ക ചെയർമാൻ ബി ഉണ്ണികൃഷ്ണനെ ഈ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ സംവിധായകൻ വിനയൻ കത്ത് നൽകിയിരിക്കുന്നത്. നേരത്തെ വിനയനുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു. മാക്ട ഫെഡറേഷൻ്റെ പിളർപ്പ് നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഫെഫ്കയും വിനയനുമായി നേർക്കുനേർ പോരാട്ടം തുടങ്ങിയിട്ട് നാളേറെയായി ബി ഉണ്ണികൃഷ്ണനാണ് ഇതിനെ ചുക്കാൻ പിടിക്കുന്നത്. ആ ബി ഉണ്ണികൃഷ്ണനെ ഈ സമിതിയിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് വിനയൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, നടൻ സിദ്ദീഖിനെതിരെയും രഞ്ജിത്തിനെതിരെയും ഇത്തരത്തിൽ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ ഫെഫ്കയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. രഞ്ജിത്തിനെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ രഞ്ജിത്തിൻ്റെ നിലപാടിനോട് പൂർണ്ണമായും ഐക്യപ്പെടുന്ന തരത്തിലായിരുന്നു ഫെഫ്കയുടെ പ്രതികരണം വന്നത്. രഞ്ജിത്തിനെതിരെ FIR രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഫെഫ്കയിൽ നിന്ന് രഞ്ജിത്തിനെ ഒഴിവാക്കാൻ കഴിയില്ല. രഞ്ജിത്ത് കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ മാത്രം നടപടിയെടുത്താൽ മതി എന്നൊരു നിലപാടായിരുന്നു ഫെഫ്ക നേതൃത്വം സ്വീകരിച്ചത്. ഫെഫ്കയുടെ യോഗം ഈ മാസം 30 സെപ്റ്റംബർ 1-2 തീയതികളിൽ കൊച്ചിയിൽ നടക്കുന്നുണ്ട്. വിപുലമായ യോഗമാണ് നടക്കുന്നത്. ഈ യോഗത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് ഫെഫ്ക ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത്. അതിന് ആ യോഗം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ വിനയന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ ഒരു നിർണായക നീക്കം ഉണ്ടായിരിക്കുന്നു. ബി ഉണ്ണികൃഷ്ണനെ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ സംവിധായകൻ വിനയൻ കത്ത് സമർപ്പിച്ചിരിക്കുന്നത്. കാളിദാസ്, തീർച്ചയായും സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് സംവിധായകൻ വിനയൻ കത്തയച്ചിരിക്കുകയാണ്. ഇനി ഇതിനെ ചൊല്ലിയുള്ളൊരു തുടർ നടപടികൾ ഇനിയും വരും മണിക്കൂറുകൾ നമുക്ക് കാണാൻ സാധിക്കും. എത്തരത്തിലൊക്കെ ഇത് നീങ്ങുന്നുണ്ട് എന്നുള്ളതെല്ലാം വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും. വിശദാംശങ്ങളാണ് നിതിൻ പ്രഭാകരൻ നൽകിയത്.